ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചെറുതുരുത്തി പാങ്ങവ ക്ഷേത്രത്തിൽ ഹരിശ്രീ കുറിക്കുന്നതിനെത്തിയ കുറുന്നിന്റെ എനിക്കിത് വേണ്ടമ്മേ എന്ന കരച്ചിൽ നവരാത്രി വിദ്യാരംഭ ചടങ്ങിന് കൗതുകമുണർത്തി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ എഴുത്തിനിരുത്താനെത്തിയ കുരുന്നിന്റെ സംസാരം കണ്ടുനിന്ന ഭക്തർക്ക് കൗതുകമായി. ഹരിശ്രീ കുറിക്കാനായി അമ്മയുടെ മടിയിലിരുന്ന കുട്ടി അമ്മേ അമ്മേ എനിക്ക് ഹരിശ്രീ കുറിക്കേണ്ട അമ്മേ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എല്ലാവരിലും ചിരി പടർത്തി. എന്നാൽ പൂജാരി കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ച ശേഷം കുട്ടിയെ കൊണ്ട് വിദ്യാരംഭം പൂർത്തിയാക്കിയ ശേഷമാണ് സന്തോഷത്തോടെ അമ്മയെയും മകനെയും ക്ഷേത്രത്തിൽ നിന്നും യാത്രയാക്കിയത്. ശ്രീ ഗ ന പ ത യേ ന മ. അരിയിൽ നല്ല രസല്ലേ? രാവിലെ തന്നെ നിരവധി ഭക്തരാണ് ക്ഷേത്ര ദർശനത്തിനും പൂജകൾക്കുമായി എത്തിച്ചേർന്നത്. വാഹന പൂജയോടെ ആരംഭിച്ച ചടങ്ങുകൾക്ക് ശേഷം സരസ്വതി പൂജ, സാരസ്വതകൃതം, നെയ്യ് പൂജിച്ചു നൽകൽ, എഴുത്തിനിരുത്തൽ, ആയുധപൂജ, ദേവീ സ്വാസ്ത്ര ജപം എന്നീ ചടങ്ങുകളും നടന്നു. ക്ഷേത്രമേൽശാന്തി ശ്രീ ഗോദ ശർമ്മൻ തിരുമേനി പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് KLM സരസ്വതിയുടെ നേതൃത്വത്തിൽ ദേവി മാഹാത്മ്യം വായനയും നടന്നു. ക്ഷേത്രത്തിലെത്തിയ എല്ലാ ഭക്തർക്കും അന്നദാനം നൽകിയാണ് ഭാരവാഹികൾ അവരെ പറഞ്ഞയച്ചത്. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് രാമു ചാത്തനാഥ്, മാനേജർ MA രാജു, ഓഫീസ് ചാർജ് സുരേഷ് ബാബു തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 22-ാം തീയതി മുതൽ 2-ാം തീയതി വരെയുള്ള 10 ദിവസം വ്യത്യസ്തമായ പൂജാതി കർമ്മങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ രീതിയിലുള്ള പൂജകൾ നമ്മുടെ പങ്ങാവ് ശിവക്ഷേത്രത്തിൽ പങ്ങാവ് ശിവക്ഷേത്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കൃത്യമായി നടന്നു വരികയാണ്. അവിടെ എല്ലാ വർഷവും നമ്മൾ ബൊമ്മക്കൊലു പ്രദർശനം നടത്താറുണ്ട്. ബൊമ്മക്കൊലു പ്രദർശനം നമ്മൾ ഇപ്രാവശ്യം കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുസ്തക പൂജ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തക പൂജ 100-ൽ പരം കുട്ടികൾ പുസ്തകം പൂജയ്ക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ആയുധ പൂജ, നമ്മൾ ആയുധങ്ങൾ പൂജിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ആയുധ പൂജയ്ക്കുള്ള കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹന പൂജ, ഇവിടെ നാട്ടിലുള്ള ഭക്തജനങ്ങളുടെ ആവശ്യാർത്ഥം ഇപ്രാവശ്യം നമ്മൾ 6 മണി മുതൽ തന്നെ 10 മണി വരെ വാഹന പൂജ, അതുപോലെ സാരസ്വത പുഷ്പാഞ്ജലി പൂജ, കുട്ടികൾക്ക് വേണ്ടുന്ന സാരസ്വത പൂജ കാലത്ത് 6 മണി മുതൽ തന്നെ ചെയ്തു വരുന്നു. അതുപോലെ കുട്ടികൾക്ക് എഴുത്തിനിരുത്താനുള്ള സൗകര്യം 8:30 മുതൽ കുട്ടികൾക്ക് എഴുത്തിനിരുത്താൻ സെപ്പറേറ്റ് അതിന് വേണ്ടുന്ന കാർമ്മികത്വം വഹിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകം പൂജാരിയെ ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യക്രമങ്ങൾ നടക്കുന്നു. അങ്ങനെ ഏറ്റവും വിപുലമായ രീതിയിലാണ് ഇപ്രാവശ്യം പങ്ങാവ് ശിവക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൂജകൾ നടന്നു വരുന്നത്. CCV ന്യൂസ്, ചെറുതുരുത്തി.